പാതിവില തട്ടിപ്പിൽ പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ പരാതികൾ എത്തിത്തുടങ്ങി. തട്ടിപ്പിനിരയായവരിൽ കൂടുതലും സ്കൂട്ടറിനാണ് പണമടച്ചത്. പണയം വെച്ചും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പലരും പണം അടച്ചിരിക്കുന്നത്. എന്നാൽ ഭൂരിഭാഗം പേരും പരാതി നൽകാതെ കോർഡിനേറ്റർമാരെ വിശ്വസിച്ച് പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, ജൈവവളം, സ്കൂൾ കിറ്റ്, ഓണക്കിറ്റ് ഇതെല്ലാം നടത്തി വിശ്വാസം നേടിയാണ് അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിൽ വൻ തട്ടിപ്പ് നടത്തിയത്. അയ്യപ്പൻകോവിലിൽ ബീന സിന്ധോൾ എന്ന സീഡ് കോർഡിനേറ്ററാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചത്. ഉപ്പുതറയിൽ സിനി ബിജു എന്ന കോർഡിനേറ്ററും. ഇവർക്ക് കീഴിൽ വാർഡുകളിൽ ഒന്നിലധികം പ്രൊമോട്ടേഴ്സിനെയും നിയമിച്ചിരുന്നു. പാവങ്ങളായവരാണ് ഇവർ വലവീശി പിടിച്ചത്. പണം അയച്ചത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലാണെങ്കിലും കോർഡിനേറ്ററിന്റെയും പ്രൊമോട്ടറുടെയും നിർദ്ദേശപ്രകാരമാണ് അടച്ചത്. പലരും പണം അടച്ചിട്ട് 1 വർഷം കഴിയുകയും ചെയ്തു. കാന്തിപ്പാലം ഭാഗത്ത് താമസിക്കുന്ന ബിജു പുതിയാങ്കർ എന്ന ആളുടെ കൂടെ അയാളിൽ നിന്നും മെമ്പർഷിപ്പ് എടുത്ത് സീഡ് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തതാണ്. അതിനുശേഷം ഞങ്ങൾ പല സാധനങ്ങളും പലർക്കും കൊടുക്കുന്ന അറിവ് കിട്ടിയതിനെ തുടർന്ന് ഞങ്ങൾ സ്കൂട്ടി ഇങ്ങനെ ലഭിക്കുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ പൈസ അടച്ചു. പൈസ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഗോൾഡ് പണയം വെച്ചാണ് പൈസ അടച്ചത്. എടുത്തതിന് ശേഷം പൈസ അടച്ചിട്ട് 1 മാസം കഴിഞ്ഞ് കിട്ടും, 2 മാസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞാൽ 1 വർഷത്തോളമായിട്ടും കിട്ടി. ഇതുവരെ സാധനം നാളിതുവരെ കിട്ടിയിട്ടില്ല. ഏതാണ്ട് എനിക്ക് 8,000 രൂപയോളം പലിശ മാത്രമായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് 68,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പരിസരവാസിയായ ഒരാൾക്ക് മാത്രമേ ഇതിൽ സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്. പലർക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ലാപ്ടോപ്പ്, തയ്യൽ മെഷീന്, വാട്ടർ ടാങ്ക്, ഗൃഹോപകരണങ്ങൾ കൊടുത്ത പല ആൾക്കാരും പൈസ കൊടുത്തിട്ട് വെളിയിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കും. കോർഡിനേറ്റർമാർ മുഖം രക്ഷിക്കാൻ തട്ടിപ്പിനിരയായവർ പരാതി കൊടുക്കുന്നതിന് മുന്നേ പരാതിയും നൽകി. തട്ടിപ്പിനിരയായവർ ഇപ്പോഴാണ് പരാതിയുമായി രംഗത്തെത്തുന്നത്. നമ്മളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ചെയ്തത്. ഞാനും ഇതുപോലെ ഏലക്കായിരുന്നത് അന്ന് വില കുറച്ച് വിറ്റിട്ടാണ് സീഡ് സൊസൈറ്റിയിൽ അടച്ചിരിക്കുന്നത്. പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. 5-9 മാസമായി. പൈസ തന്നിട്ടില്ല, സ്കൂട്ടിയും തന്നിട്ടില്ല. ഓരോ കോർഡിനേറ്റർമാരുടെയും കീഴിൽ 50 ലക്ഷത്തിന് മുകളിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ പണം ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. കൊള്ളപ്പലിശയ്ക്കും പണയം വെച്ചും മറ്റുമാണ് ഇവർ ഈ പണം അടച്ചത്. പണം നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് തട്ടിപ്പിനിരയായവർ. ചിലർ പരാതി പോലും കൊടുക്കാൻ തയ്യാറാകുന്നുമില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.